സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ കൽപ്പനയും ഉർവശിയും കൂടി ഇവിടെ നടത്തുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ സൂര്യയോട് സംസാരിക്കുവാണ്. അന്നേരം അതൊക്കെ കേട്ടിട്ട് പത്മിനി പറയുന്നുണ്ട്, മോനെ അമ്മ പറയുന്നതൊന്നും കാര്യമൊക്കെ കണ്ട, ഇപ്പോൾ അവരുടെ കയ്യിലല്ലേ അധികാരമുള്ളത്. അവരപ്പോൾ പലതും അതിൻ്റെ പേരിൽ ചെയ്തു വന്നിരിക്കും. അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അന്നേരം സൂര്യ പറയണേ, ഇല്ലമ്മേ അതിനെനിക്ക് പറ്റില്ല. അങ്ങനെ അവർ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും കണ്ടോണ്ട് നിന്ന് ഒന്നും മിണ്ടാതെ അത് സഹിക്കേണ്ട കാര്യം നമുക്കില്ല. മുമ്പ് ഈ വീട്ടിൽ എന്തെങ്കിലും അനീതി കണ്ട അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്നത് വരുണാണ്. ഇന്ന് വരുൺ ഇവിടെ ഇല്ല. പക്ഷെ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും അവരുടെ അത്ര അഹങ്കാരങ്ങളൊന്നും സഹിച്ചു നിൽക്കേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരവിടെ സംസാരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ ചന്ദ്രശേഖരനും ഗൗതവും കൂടി കാറിലവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയ ഗൗതത്തിനോട് ചന്ദ്രശേഖരൻ പറയണേ, നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നീ ധൈര്യത്തോടെ കയറുക. അങ്ങനെ ചന്ദ്രശേഖരനകത്തേക്ക് കയറുവാണ്. ഈ സമയം ഗൗതം സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിജയുടെ ഭാവത്തിൽ ചന്ദ്രശേഖരൻ തൻ്റെ മകനെ വിളിക്കുക, കയറുവാടാ, നിന്നെ ഇനി ഇവിടെ നിന്ന് അടിച്ചിറക്കാനേ ആർക്കും ധൈര്യമില്ല. നിൻ്റെ അച്ഛൻ തിരിച്ചു പിടിച്ചതാ ഈ കണിമംഗലം, അതിന് നിനക്കുള്ളത് തന്നെയാടാം. അങ്ങനെ ഗൗതമകത്തേക്ക് കയറി വരുവാണ്. അത് കാണുന്നതും സൂര്യ ചോദിക്കണേ, അല്ല ഇവൻ അച്ഛനോടൊന്ന് ഇറക്കി വിട്ടതല്ലേ, പിന്നെ എന്തിനാ ഇവൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തിരിച്ചു കയറാമെങ്കിൽ പിന്നെ എൻ്റെ മോന് മാത്രം എന്താ ഒരു കുഴപ്പം? അവനിവിടെ തിരിച്ചു കയറുന്നത് വിലക്കാനായിട്ട് ആരാ ഇവിടെ ഉള്ളത്? ഈ സമയത്തായിരിക്കോട്ടോ കൽപ്പനയും ഉർവശിയും താഴത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത്. അന്നേരം ഗൗതത്തിനെ കാണുന്നതും ഉർവശി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണേ, എൻ്റെ മോനെ എത്ര നാളായടാ നിന്നെ ഇങ്ങനെ അടുത്ത് നിന്നത്, ഇങ്ങനെ അടുത്ത് നിന്ന് കണ്ടിട്ട് എത്ര നാളായടാ, നീ ആകെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് ഗൗതത്തിനെ ചേർത്ത് പിടിക്കുവാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഇനി എപ്പോഴും നമ്മുടെ മോൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകുമല്ലോ. എന്നാലും ചന്ദ്രേട്ടാ ഇത്ര നാളും ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്നറിയോ? ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് തന്നെയാണെങ്കിലും ശരി, ഇവൻ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇവനിവിടെ നിന്ന് പുറത്താക്കിയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പരമേശ്വരനാണ് ഇവൻ ഇവിടെ നിന്ന് പുറത്താക്കിയത്. അങ്ങനെയുള്ളപ്പോൾ ഇവന് വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ശരിയായ കാര്യമല്ല. നീ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നീയാണ് കണിമംഗലത്തെ രക്ഷിച്ചത്, അത് ശരിയായ കാര്യം തന്നെയാ എന്ന് കരുതി നിൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഇവിടെ ബാക്കിയുള്ളവരുടെയും കൂടി അടിച്ചേൽപ്പിക്കണം എന്നുള്ളത് അതത്ര ശരിയായ കാര്യമല്ല. നീ ഇന്ന് ജപ്തിയുടെ സമയത്ത് ഇങ്ങോട്ടേക്ക് കയറി വന്നതും രക്ഷിക്കുകയൊക്കെ ചെയ്തത് കണ്ടപ്പോൾ പരമേശ്വരൻ പറഞ്ഞത് എന്താണെന്നറിയോ, ദൈവത്തിൻ്റെ ദൂതനായിട്ടാണ് ചന്ദ്രശേഖരൻ വന്നതെന്ന്. എന്നാൽ ഇപ്പോഴല്ലേ മനസ്സിലായത് ചെകുത്താൻ്റെ ദൂതനായിട്ടാണ് നീ വന്നതെന്ന്. ഈ സമയം സൂര്യ പറയണേ, എന്ത് തന്നെയാണെങ്കിലും ശരി, അച്ഛൻ പുറത്താക്കിയതാ ഇവൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. അന്നേരം കൽപ്പന പറയുന്നുണ്ട്, എന്താ സൂര്യ ഇത്, ചെറിയച്ഛൻ്റെ വാക്കുകൾ നമുക്ക് എതിർക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ഇവിടെ നിൽക്കുന്നത് ചെറിയച്ഛൻ്റെ കാരുണ്യത്തിലാണ്, അക്കാര്യം ഓർമ്മ വേണം. കൽപ്പനെ, നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷമാണെന്ന് എനിക്കറിയാം. നീയെ ഇവരുടെ ഒപ്പം നിന്ന് എന്നെ അടക്കി നിർത്താമെന്ന് വിചാരിക്കണ്ട. ഈ സമയം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക കൽപ്പനെ നിൻ്റെ ഭർത്താവിനോട്. അതെ, ഈ കണിമംഗലം തിരിച്ചു പിടിച്ചത് ഈ ചന്ദ്രശേഖരനാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടെ എൻ്റെ ഇഷ്ടങ്ങളെ നടക്കുകയുള്ളൂ. എൻ്റെ മോനും ഇവിടെ എന്നോടൊപ്പം തന്നെ ഉണ്ടാകും. അതിൽ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. ഈ സമയം മുത്തശ്ശി പറയണേ, പത്മിനി വാ, നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് റൂമിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ പുതിയ ഉടമകളൊക്കെ വന്നല്ലോ, അവരെന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, നമ്മളല്ലേ ഇപ്പോൾ ഇവിടുത്തെ അടിമകൾ. അങ്ങനെ പറഞ്ഞ മുത്തശ്ശിയും പത്മിനിയും കൂടി റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ സൂര്യയുടെ അരിയിലേക്ക് വരുവാ. എന്താടാ നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സമയം സൂര്യ പറയുവാണ്, അതെ, എല്ലാ പ്രാവശ്യവും വിജയൻ നിങ്ങൾക്കൊപ്പം ആയിരിക്കില്ല ചെറിയച്ച. ഒരു ദിവസം സത്യത്തിൻ്റെ ഒപ്പം വിജയൻ നിൽക്കും. അതിന് അധികം നാൾ കാത്തു നിൽക്കേണ്ടി വരില്ല. അങ്ങനെ പറഞ്ഞ് സൂര്യ അവിടെ നിന്നും പോകുന്നുണ്ട്. അന്നേരം ഉർവശി പറയണേ, കൽപ്പനെ നിൻ്റെ ഭർത്താവിനോട് നിലക്ക് നിൽക്കാൻ പറ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കണമെന്ന് പറ, അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടി ഇവിടെ നിന്ന് എന്നേക്കോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. എന്നാലും ചന്ദ്രേട്ടാ ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇത്രയും നാളും നിങ്ങൾ രണ്ടാളും എൻ്റെ പുല്ലായിരുന്നല്ലോ. ചന്ദ്രേട്ടനാണെങ്കിൽ ജയിലിൽ, ഇവനോ തെരുവിലും, ഞാനിവിടെ അടിമയായിട്ടും. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയില്ലേ? ഇനി വേണം ചന്ദ്രേട്ട നിങ്ങൾക്ക് രണ്ടുപേർക്കൊപ്പം എനിക്കൊന്ന് സമാധാനത്തോടെ ജീവിക്കാൻ. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കണേ, അല്ല ഇവിടെ ഏട്ടത്തിയോടൊക്കെയുള്ള നിൻ്റെ സമീപനം എങ്ങനെയാ? അന്നേരം കൽപ്പന പറയണേ, എൻ്റെ ചെറിയമ്മയുണ്ടല്ലോ, അമ്മയ്ക്കിട്ടുള്ള പണി തുടങ്ങി. അമ്മയെ അടിമയാക്കിയല്ലേ ചെറിയമ്മ വെച്ചിരിക്കുന്നത്. അതെന്നാണെങ്കിലും നന്നായി. അല്ല അമ്മയോടുള്ള പ്രതികരണോ? അന്നേരം ഉർവശി പറയണേ, അമ്മയ്ക്ക് ഇത്രയൊക്കെ ആയിട്ടും ആ ഒരു അധികാരിയാണെന്നുള്ള ഭാവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മോചനമൊന്നും വന്നിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും അമ്മയല്ലേ, എനിക്ക് പിന്നെ അധികം ഒന്നും അങ്ങ് ചെയ്യാനും പറ്റുന്നില്ല. അത് കേട്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതെ, ഏട്ടത്തിയോട് നീ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ അമ്മയോട് പെരുമാറിയാലും മതി, അല്ലാതെ വേറെ പരിഗണനയൊന്നും കാണിക്കണ്ട.
അത് കേൾക്കുന്നതും ഉർവശിക്ക് സന്തോഷമാക്കണേ. ചന്ദ്രേട്ടൻ്റെ സ്റ്റാൻഡ് അങ്ങനെയാണോ? എന്നാൽ പിന്നെ ചന്ദ്രേട്ടൻ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ്ടോ ഉർവശി. പിന്നീട് കാണിക്കുന്നത് ദേവനാരായണനൊപ്പം ആറ്റുവാശ്ശേരിയിലെത്തുന്ന വരുണിൻ്റെ രാധികനെയാണ് കേട്ടോ. അങ്ങനെ അത് കാണുന്നത് യശോദക്ക് സന്തോഷമാകുക. മക്കളെ കിട്ടിയോ ദേവേട്ടാ? കുറേ നേരം ഞാൻ പലയിടത്തും അന്വേഷിച്ചു. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് രണ്ടുപേരെയും കൈയോട് കൂട്ടിക്കൊണ്ടുവന്നതാണ് ഞാൻ. പരമേശ്വരൻ സാർ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലായിരിക്കുമല്ലോ ഓരോന്നൊക്കെ വന്ന് ഭവിക്കുന്നത്. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ അതിജീവിക്കും. ഞങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. എന്താണെങ്കിലും ഇങ്ങോട്ട് തന്നെ വരാൻ മനസ്സുണ്ടായല്ലോ, അതുതന്നെ സമാധാനം. നിങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിലുള്ളപ്പോൾ ഞങ്ങൾക്ക് സമാധാനമല്ലേ? മാത്രമല്ല ഇത് നിങ്ങളെയും കൂടി വീടല്ലേ. എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമല്ലോ. അതിന് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. രണ്ടുപേർക്കും വിശക്കുന്നുണ്ടാകുമല്ലേ? അന്നേരം പറയുമ്പോഴുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല. കുറച്ച് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടിരുന്നു. പിന്നെ അവരുടെ ഒപ്പം കുറച്ച് ഭക്ഷണവും കഴിച്ചതാണ്. അന്നേരം രാധിക പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ഫ്രണ്ടെ അവരുടെ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതാണ്. എന്നാൽ അയാളുടെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമില്ല. സാരമില്ല, നിങ്ങളെങ്ങും പോകണ്ട, ഞങ്ങളുടെ ഒപ്പം നിന്നാൽ മതി. മുമ്പ് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞങ്ങൾ കഴിക്കാനുള്ളതെല്ലാം തയ്യാറാക്കി വെക്കാം. അങ്ങനെ പറഞ്ഞ് രാധികയും യശോദയും കൂടി അവിടെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം ഒരുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെ ഫോണിൽ വിളിക്കുന്ന വരുണാണ്. അങ്ങനെ വരുൺ മുത്തശ്ശിയും അമ്മയൊക്കെ ഭക്ഷണം കഴിച്ചോന്നൊക്കെ തിരക്കുക. അന്നേരം മുത്തശ്ശി വരുണിനോട് പറയണേ ഞങ്ങൾ കഴിച്ചോളാം, നീ വേഗം പോയി കഴിക്കാൻ നോക്ക്. ഇപ്പോഴേ മുത്തശ്ശിക്കൊന്ന് സമാധാനമായത്. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം പത്മിനി അങ്ങോട്ടേക്ക് വരുവാ. അതെ പത്മിനി, വരുണായപ്പോൾ എന്നെ വിളിച്ചത്. അവനെ അവിടെ ആറ്റുവാശ്ശേരിയിലേക്ക് എത്തിയത്. ദേവനാരായണൻ തിരുമേനി വന്ന് വരുണിനെ രാധികനെ ആറ്റുവാശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് അവരോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. അതിനു മുമ്പ് നമ്മൾ കഴിച്ചോന്ന് അന്വേഷിക്കുമായിരുന്നു അവൻ. അവിടെയാണെങ്കിലും രണ്ടുപേരുടെ മനസ്സിൽ ഇപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ചിന്തയാമേ. അങ്ങനെയുള്ള രണ്ട് പൊന്നുമക്കളെയല്ലേ നമുക്ക് കിട്ടിയത്. അത് തന്നെയല്ലേ നമ്മുടെ ഭാഗ്യം. നമ്മളിവിടെ നിൽക്കുമ്പോഴും നമുക്കും അവരല്ലേ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയായിട്ടുള്ളത്. എന്താണെങ്കിലും ഒരാശ്വാസം ഉണ്ടല്ലോ, വരുണൻ രാധികയും ആറ്റുവാശ്ശേരി തന്നെയാണല്ലോ പോയത്. അവിടെ ദേവനാരായണനും യശോദയൊക്കെ നമ്മളെക്കാളും നന്നായിട്ട് തന്നെ അവർ നോക്കിക്കോളും. ഇനി അവരുടെ കാര്യത്തിൽ ഒരു ടെൻഷനൊന്നും വേണ്ടല്ലോ. അതെ പത്മിനി, നീ പറഞ്ഞത് നേരാ. ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. അന്നേരം പത്മിനി പറയുന്നുണ്ട് അമ്മ വാ, ഒന്നും കഴിച്ചില്ലല്ലോ, വാ നമുക്ക് പോയി കഴിക്കാം. വേണ്ട പത്മിനി, വേണമെങ്കിൽ നീ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അവിടെ അവറ്റകളുടെ മുമ്പിലിരുന്ന് കഴിക്കാൻ എന്നെക്കൊണ്ട് വയ്യാം. എന്താ അമ്മ ഇത്? ഇങ്ങനെ ജയിലിലടച്ചിട്ട് പോലെ ഇരുന്ന് ജീവിക്കാമെന്നാണോ അമ്മ വിചാരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ജയിലായി മാറിയില്ലേ? നമുക്കൊക്കെ അവരനുസരിച്ച് നിൽക്കിയാലേ മറ്റൊരു മാർഗ്ഗമില്ലാതായി പോയില്ലേ? അതൊന്നും സാരമില്ല, അമ്മ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് മുത്തശ്ശിനെയും കൂട്ടി പത്മിനി അങ്ങോട്ടേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ് കേട്ടോ. അവിടെ രാധികയും യശോദയും കൂടി തയ്യാറാക്കിയ ഭക്ഷണമെല്ലാം ടേബിളിലെടുത്ത് വെക്കുന്നുണ്ട്. ഈ സമയം യശോദ പറയുന്നുണ്ട് അതെ ഇന്നധികം കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. വരുൺ മോൻ ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്നറിയില്ല. എന്താണെങ്കിലും നാളെ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ സദ്യ ഒരുക്കാം. അയ്യോ അതൊന്നും വേണ്ടമേ, വരുൺ അങ്ങനെയൊന്നുമില്ല. കണിമംഗലത്തും ഇതുപോലെ ഇത്തരം കറികളൊക്കെ ഉണ്ടാവാറുള്ളൂ. ഈ സമയത്ത് ദേവനും വരുണും കൂടി അങ്ങോട്ടേക്ക് വരുവാ. ഇരിക്കും മോനെ, രണ്ടുപേരും ഇരിക്കുക. അതെന്താ ഞങ്ങൾ രണ്ടുപേരും മാത്രം? നിങ്ങളും ഇരിക്കുന്നേ, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, അതല്ലേ നല്ലത്. ഇരിക്കുക അമ്മ, ഇരിക്കുക. രാധിക തായിരിക്കുന്നില്ലേ? അങ്ങനെ വരുൺ തന്നെ പാത്രമൊക്കെ എടുത്ത് ദേവനാരായണന് വെച്ച് കൊടുക്കുകയും ദേവനാരായണനെ വിളമ്പയൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുവാണ് ദേവനും യശോദയൊക്കെ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുവാണ്. ഈ സമയം വരുൺ കഴിക്കുന്നത് നോക്കി ദേവനും യശോദയും രാധികയൊക്കെ ഇരിക്കുക. ഇതാണ്ട് വരുൺ ചോദിക്കണേ അല്ല എന്താ ഇത്, എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല മോനെ. അങ്ങനെ അവർ ഒരുമിച്ച് ഭക്ഷണമൊക്കെ സന്തോഷത്തോടെ കഴിക്കുവാണ്. ഈ സമയം ദേവൻ പറയുന്നുണ്ട് അതെ മോനെ, ഞങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ തീരെ കുറവാണ്. കണിമംഗലത്തുള്ളതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും മോന് ചിലപ്പോൾ തരാൻ പറ്റുന്നുണ്ടാവില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ പറയണം. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും ചെയ്തു തരാം. എൻ്റെ അച്ഛാ, ഞാൻ സമ്പത്തിൻ്റെ നടുവിലാണ് വളർന്നത്, സമ്പത്തുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുകയും ചെയ്തത്. പക്ഷേ എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടേ തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറേ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ കടത്തിനെ പോലും കിടന്നിട്ടുമുണ്ട്. ഞാൻ രാധികയോടൊന്ന് പറഞ്ഞതാ, ഇന്ന് രാത്രി കടത്തിനെ കിടന്ന് നേരം വെളുപ്പിക്കേണ്ടി വന്നാൽ പോലും നമ്മളത് ചെയ്യുമെന്ന്. കാരണം അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എനിക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തയൊക്കെ മാറ്റണം. എനിക്കിതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ രാധികയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അവിടുന്ന് ഇറങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെ രാധിക എന്നോട് പൊരുതാനുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ.
ഭർത്താവ് ഇത്രയും തോറ്റു നിൽക്കുന്ന സമയത്തും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയല്ലേ ഏതൊരു ഭർത്താവ് ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിൽ ഞാൻ ലക്കിയാണ് അച്ഛാ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് രാധികയോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. അന്നേരം ദൈവം പറയണേ, മോനെ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നവരൊക്കെ അത്ര നല്ല കാര്യം ചെയ്തവരൊന്നുമല്ലല്ലോ. അവർ ദുഷ്ടതയിലൂടെയല്ലേ ചതിയിലൂടെയല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്. അതൊന്നും ശാശ്വതമല്ല മോനെ, അധികം നാൾ നിൽക്കുകയില്ല. അവസാന വിജയം സത്യത്തിൻ്റേത് തന്നെയായിരിക്കും. നിങ്ങളുടെ നല്ല മനസ്സ് ദൈവം അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് വരുണും രാധയ്ക്കും ധൈര്യം കൊടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും ശരത്തും കൂടി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ടേബിളിൽ അവർക്ക് മുമ്പിൽ കുറേ സാധനം നിരത്തി വെച്ചിരിക്കുവാണ്. അതൊക്കെ കണ്ട് മുത്തശ്ശി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുവാണ് കേട്ടോ പ്രിയങ്കയും ശരത്തുമൊക്കെ. മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, അത് പിന്നെ ഇതെല്ലാം കണ്ടിട്ടെ എനിക്ക് എന്ത് കാര്യം ഓർമ്മ വരുന്നതെന്നറിയോ? അന്നേരം ശരത്ത് പറയണേ, ഭക്ഷണം മുമ്പിൽ ഇരിക്കുന്നത് കണ്ട എന്തായിരിക്കും ഓർമ്മ വരുന്നത്? കഴിക്കാനായിരിക്കും. ഓ അല്ലടാ, അതെ നിനക്ക് തോന്നുന്ന കാര്യമാണ്. നിനക്കറിയോ പ്രിയങ്ക മോളെ? അത് എനിക്കറിയില്ല മുത്തശ്ശി. മുത്തശ്ശി എന്നെ പറ. അന്നേരം സുകുമാരി പറയണേ, ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നിൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ചിട്ടാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സുകുമാരിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് അങ്ങനെ വരണാണെങ്കിൽ റൂമിൽ ആകെ സങ്കടപ്പെട്ട് എന്തൊക്കെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അന്നേരം രാധിക അരികിലേക്ക് ചെല്ലുക. എന്താ പറയണത്? ചില ഓർമ്മകൾ നമ്മളെ മുള്ളുപോലെ വേദനിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ഓർമ്മകളെ കുറച്ച് നേരത്തേക്കെങ്കിലും മാറ്റി വെക്കണം. അത് കേട്ട് വരട് ചോദിക്കണേ, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ തനിക്ക് എങ്ങനെ മാറ്റി വെക്കാൻ പറ്റുമോ? വരടിൻ്റെ ആ ചോദ്യം കേൾക്കുന്നതും എന്ത് പറയണം എന്നറിയാതെ ആകെ സങ്കടത്തിൽ നിൽക്കുവാണ് കേട്ടോ രാധിക. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്